സ്വാധീനമുള്ള ബൂത്തിലാണ് ആദ്യം മാണി സി കാപ്പൻ ലീഡ് നേടിയിരിക്കുന്നത്. 80 വോട്ടിന് മാണി സി കാപ്പൻ UDF പാലായിൽ ലീഡ് നേടിയിരിക്കുകയാണ്. ഒരു ട്രെൻഡായിട്ട് ഇത് മാറുവാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ലേ? അത് വളരെ ശ്രദ്ധേയമാണ് ആ നീക്കം. രാമപുരം പഞ്ചായത്ത് പൊതുവിൽ UDF ആധിപത്യമുണ്ടെങ്കിലും ഈ പർട്ടിക്കുലർ ബൂത്തിൽ ഇടതുമുന്നണിക്ക് സ്വാധീനമുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ കാപ്പന്റെ ലീഡ്. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ 473, പക്ഷേ ഇതുവരെ വന്ന കണക്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ചാണ്ടിയുമ്മൻ ആയിരിക്കാം. 473 വോട്ടുകൾക്ക് ചാണ്ടിയുമ്മൻ ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. 473 ആദ്യ റൗണ്ടിൽ തന്നെ, ആദ്യ ഘട്ടത്തിൽ തന്നെ ചാണ്ടിയുമ്മന്റെ ലീഡ് 473 കടക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പൂഞ്ഞാറിൽ UDF 102 വോട്ടിന് ലീഡ്. പാലാ രാമപുരത്ത് ആദ്യ ബൂത്തിൽ UDF 80 ലീഡ്. ഇടത് സ്വാധീനമുള്ള ബൂത്തിലാണ് കാപ്പന്റെ ലീഡ് എന്നതുകൂടി കാണണം. 80 വോട്ടിന്റെ ലീഡാണ് പാലായിൽ. മാണി സി കാപ്പന്റെ ലീഡ് ഉയരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ നേമത്തിൽ ലീഡ് തിരിച്ചു പിടിച്ചു. 56 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ 56 വോട്ടുകൾക്ക് നേമത്ത് മുന്നിൽ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി നൽകാനുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ശിവൻകുട്ടിയാണ് ലീഡ് ചെയ്തിരുന്നത്. BJP പ്രതീക്ഷിക്കുന്ന നേമത്ത് 56 വോട്ടുകൾക്ക് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുന്നിലാണ്. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 67 വോട്ടിന്റെ ലീഡ്. സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് ലീഡ്. തൃത്താലയിൽ ബൽറാം തന്നെ ലീഡ് തുടരുകയാണ്. 337 വോട്ടിന്റെ ലീഡ് ബൽറാമിന് തൃത്താലയിൽ. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് തിരിച്ചുപിടിക്കുന്നു. 56 വോട്ടുകൾക്കാണ് ഇപ്പോൾ മുന്നിൽ. ഇപ്പോൾ കുന്നത്തുനാട്ടിൽ PV ശ്രീജൻ ലീഡ് തിരിച്ചുപിടിച്ചു. കുന്നത്തുനാട്ടിൽ 54 വോട്ടുകൾക്ക് PV ശ്രീജൻ മുന്നിലാണ്. ആദ്യഘട്ടത്തിൽ അവിടെ VP സജീന്ദ്രൻ മുന്നിലായിരുന്നു. ഇപ്പോൾ PV ശ്രീജൻ തിരിച്ചു വരുന്നു. 54 വോട്ടുകൾക്ക്. പിറവത്ത് അനൂപ് ജേക്കബിന്റെ ലീഡ് 100 കടന്നിരിക്കുന്നു. പിറവമൊക്കെ UDF ഉറപ്പിക്കുന്ന മണ്ഡലമാണ്. മാനന്തവാടിയിൽ ഉഷാ വിജയൻ 90 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൽപ്പറ്റയിൽ 79 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കൽപ്പറ്റയിലും മാനന്തവാടിയിലും UDF സ്ഥാനാർത്ഥികളാണ് മുന്നിൽ. ഉഷാ വിജയൻ 90-ഉം മറ്റേ ടി സിദ്ദിഖിന് 88-മായി ഉയർന്നിരിക്കുന്നു. ഇപ്പോഴത്തെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. 8:42 ആവുന്നു. 8:45 EVM-ലെ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും. ഇപ്പോൾ വരുന്നത് പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളാണ്. തൃക്കാക്കരയിൽ 172 വോട്ടുകൾക്ക് മുന്നിൽ, 172 വോട്ടുകൾക്ക് ഉമാ തോമസ് മുന്നിൽ എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. പ്രേംകുമാർ 105 വോട്ടിന് മുന്നിൽ. കോങ്ങാട് KA തുളസി 142 വോട്ടിന് മുന്നിൽ. കൽപ്പറ്റയിൽ ടി സിദ്ദിഖിന്റെ ലീഡ് നില 117 ഉയർന്നിരിക്കുന്നു. ടി സിദ്ദിഖ് 117 വോട്ടുകൾക്ക് കൽപ്പറ്റയിൽ മുന്നിൽ എന്ന സുപ്രധാന വിവരം കൂടി ഈ ഘട്ടത്തിലുണ്ട്. ഇത് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് ലീഡ് തിരിച്ചുപിടിക്കുന്നു. 2000 വോട്ടുകൾക്ക് മുഹമ്മദ് ഷിയാസ് ലീഡ് ചെയ്യുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ ലീഡ് തുടരുകയാണ്.